മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. ഇന്ന് നാരായണീയം 66-ാമത്തെ ദശകം 3ഉം 4ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. 3ാമത്തെ ശ്ലോകം. ആകർണ്യത്തെ പ്രതീപം പാണീമേണീദൃശ പരം ദീനാ മാമാ കരുണാസിന്ധോ പരിത്യജേത്യതിചിരം വിലേപുസ്താഹ. യമുനാതീരത്തിൽ മുരളീനാഥം കേട്ട് അവിടെ ഭഗവാന്റെ ആ മുരളീനാഥം കേട്ട് ഗോപസ്ത്രീകൾ വന്ന് നിന്നു. അപ്പോൾ അത് ഭഗവാൻ മഹർഷിമാരൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് അവരെയൊക്കെ കുറേ ധീരത്നങ്ങളുടെ ധർമ്മം എന്താണ് എന്നുള്ളതൊക്കെ ഉപദേശിച്ചു ബാക്കിയുള്ളവർ കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഈ ഉപദേശങ്ങൾ കേട്ടപ്പോൾ ഗോപസ്ത്രീകൾക്കൊക്കെ വലിയ വിഷമായി എന്നുള്ളതാണ് പറയണത് ഇവിടെ ഈ ശ്ലോകത്തിൽ. അതായത് അവർ വന്നത്, ഗോപസ്ത്രീകൾ കാട്ടിലേക്ക് വന്നത്, ഭഗവാന്റെ അടുത്തേക്ക് വന്നത് ശരിയായില്ല. അവരുടെ ഗൃഹകാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഭർത്താക്കന്മാരെയും കുട്ടികളെയും ഒക്കെ ഉപേക്ഷിച്ച് ഈ ഭഗവാന്റെ അടുത്തേക്ക് വന്നു എന്നുള്ളത് ശരിയായില്ല എന്നുള്ള തരത്തിലാണല്ലോ ഭഗവാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടിട്ട് ആകർണ്യ കേട്ടിട്ട് തേ പ്രദീപാം വാണിയും തേ അങ്ങയുടെ പ്രദീപാം ഇടത്ത് വച്ചതായിട്ടുള്ള അല്ലെങ്കിൽ വിപരീതമായിട്ടുള്ള വാണിയും വാണിയെ വാക്കുകളെ ആകർണ്യ കേട്ടിട്ട് അങ്ങ് എതിരായിട്ട്, അതായത് മുരളീനാഥം മുഴക്കി കുട്ടികളെയൊക്കെ വരുത്തി, വ്രജസ്ത്രീകളെയൊക്കെ കാട്ടിലേക്ക് വരുത്തി, പക്ഷേ അവരെ ചെയ്തത് ശരിയായില്ല എന്നുള്ളത്, ഈ രാത്രിയിലൂടെ വന്നത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് തിരിച്ചയക്കാനായിട്ട് നോക്കി. പക്ഷേ അതൊക്കെ കേട്ടിട്ട്, ആ വാക്കുകളൊക്കെ കേട്ടിട്ട് ആകർണ്യ അത് കേട്ടിട്ട്, എന്തിനെ കേട്ടിട്ട്? തേ പ്രദീപാം വാണിയും അങ്ങയുടെ പ്രദീപമായിട്ടുള്ള വിപരീതമായിട്ടുള്ള വാണിയെ കേട്ടിട്ട്, അവരുടെ ആഗ്രഹത്തിന് വിപരീതമായ വാക്കുകളെ കേട്ടിട്ട് ഏണീദൃശ ഏണി ഏണം എന്ന് വെച്ചാൽ മാൻ, ഏണി എന്ന് വെച്ചാൽ മാൻപേട, ആ മാൻപേടകളുടേതുപോലെയുള്ള നേത്രങ്ങളോടുകൂടിയ ഏണീദൃശ, മാൻപേടയുടെ കണ്ണുകളെ പോലെയുള്ളതായിട്ടുള്ള കണ്ണുകളോടുകൂടിയ ഏണീദൃശ പരം ദീനാഹ അത്യന്തം ദീനകളായി, പരം അത്യന്തം ദീനകളായി, ദീന സ്വഭാവ ക്ലേശത്തോടുകൂടി അത്യന്തം ദുഃഖിതരായി, പരം ദീനാഹ മാമാ കരുണാസിന്ധോ പരിത്യജേത്യതിചിരം വിലേപുസ്താഹ താഹ ഏണീദൃശ. ആ ഏണീദൃക്കുകൾ മാൻപേട പോലെയുള്ളതായിട്ടുള്ള കണ്ണുകളോടുകൂടിയ ആ ഭജസ്ത്രീകൾ, താഹ അവർ എന്നർത്ഥം. വിലേപുഹു വളരെ നേരം വിലാപം ചെയ്തു, വിലപിച്ചു എന്നാണ്. ഇങ്ങനെ അതിചിരം വളരെ നേരം വിലപിച്ചു, അതിചിരം വിലേപുസ്താഹ വളരെ നേരം അവർ വിലപിച്ചു കൊണ്ടിരുന്നു. എന്താണ് പറഞ്ഞത് അവർ വിലപിക്കുമ്പോൾ? കരുണാസിന്ധോ, അല്ലയോ കരുണാസിന്ധുവായിട്ടുള്ള കൃഷ്ണ, കരുണയുടെ സിന്ധു സാഗരം, ആ കരുണ നിറഞ്ഞിരിക്കുന്നതായിട്ടുള്ളൊരു സാഗരം തന്നെയായിട്ടുള്ള അല്ലയോ കൃഷ്ണ, കരുണാസിന്ധോ മാ പരിത്യജ ഇതി പരിത്യജേത്യതിചിരം, പരിത്യജ ഇതി അതിചിരം എന്നാണ് പദം മുറിക്കുമ്പോൾ. പരിത്യജ ഇതി അതിചിരം മാ പരിത്യജിക്കരുത്, അരുത് ഞങ്ങളെ പരിത്യജിക്കരുത്, ഞങ്ങളെ ഉപേക്ഷിക്കരുത്. മാ പരിത്യജ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. മാ എന്നുള്ളത് ഒന്ന് അരുത് എന്നർത്ഥം, മാ എന്നുള്ളത് ഞങ്ങളെ എന്നർത്ഥം. അതായത് അസ്മശബ്ദം, അതായത് ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് അഹം, ആവാം, വയം. മാം മാ എന്ന് 2 രൂപമുണ്ട്. ദ്വിതീയ ഏകവചനം, ദ്വിതീയ ഏകവചനത്തിൽ 2 രൂപമുണ്ട്, മാം എന്നുണ്ട്, മാ എന്നുണ്ട്. അപ്പം ഇവിടെ മാ എന്നെ ഉപേക്ഷിക്കരുത്, കരുണാസിന്ധോ അല്ലയോ
കരുണാസിന്ധുവായിട്ടുള്ള ഭഗവാനെ എന്നെ എന്നെ ഉപേക്ഷിക്കരുത്. മാ കരുണാസിന്ധു, അല്ലെങ്കിൽ മാ എന്നുള്ളത് അരുത്, അരുത്, ഞങ്ങളെ ഉപേക്ഷിക്കരുത് എന്ന് അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഈ മാ എന്നുള്ളത് ഏകവചനായിട്ട്, ദ്വിതീയ ഏകവചനായിട്ട് ഒന്ന്, മറ്റത് മാ പരിത്യജ എന്ന് വേറെ, ഉപേക്ഷിക്കരുത് എന്നുള്ള അർത്ഥത്തിൽ, അരുത് എന്നുള്ള അർത്ഥത്തിലാണ് മാ എന്നുള്ളത്. അങ്ങനെയുണ്ട്. ഈ മാ എന്നുള്ളതിന് ഇങ്ങനെയും അർത്ഥം പറയാം. അരുത് അരുത് എന്ന് ആവർത്തനം ആയിട്ടെടുത്താലും അവിടെ ഭംഗിക്ക് ഒട്ടും കുറവില്ല. മാ കരുണാസിന്ധോ പരിത്യജ, അല്ലയോ കരുണാവാരിധിയായ ഭഗവാനെ ഞങ്ങളെ ഉപേക്ഷിക്കരുത്. മാ പരിത്യജ ഇതി എന്നിങ്ങനെ അതിചിരം വിലേപുഹു താഹ, അവർ അതിചിരം വിലേപുഹു, വളരെ നേരം വിലപിച്ചു. അതായത് ഭഗവാന്റെ ഈ തങ്ങൾക്ക് വിപരീതമായിട്ടുള്ള വാക്കുകൾ കേട്ടിട്ട് ഈ രാത്രിയിലൂടെ വന്നത് ശരിയായില്ല എന്നൊക്കെ ഉള്ളതായിട്ടുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് തങ്ങളെ ഉപേക്ഷിക്കുകയാണോ, തങ്ങളുടെ ആഗ്രഹം സാധിപ്പിക്കാതെ കണ്ട് പറഞ്ഞയക്കാനാണോ ഭഗവാൻ പുറപ്പെടുന്നത് എന്ന് വിചാരിച്ച് അവർ മാമാ കരുണാസിന്ധുവായിട്ടുള്ള ഭഗവാനെ ഞങ്ങളെ ഉപേക്ഷിക്കരുതേ, ഉപേക്ഷിക്കരുതേ എന്നിങ്ങനെ അതിചിരം വിലേപുഹു, വളരെ നേരം വിലപിച്ചു എന്നാണ്. താസാം രുദിതൈർലപിതൈഃ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിസ്സമം പ്രവൃത്തോ യമുനാപുളിനേഷു കാമമഭിരന്തും. അപ്പോൾ ഇവരുടെ ഈ വിലാപം കേട്ടിട്ട് താസാം രുദിതൈർലപിതൈഃ, അവരുടെ രുദിതങ്ങളെ കൊണ്ടും ലപിതങ്ങളെ കൊണ്ടും, രുദിതം എന്ന് വെച്ചാൽ നിലവിളി, കരച്ചിൽ, രോദനം, ലപിതൈഹി എന്ന് വെച്ചാൽ പറഞ്ഞതായിട്ടുള്ള വാക്കുകൾ, വിലാപ വാക്കുകൾ, അവരുടെ രുദിതം കൊണ്ടും നിലവിളി കൊണ്ടും പ്രലാപങ്ങളെ കൊണ്ടും നിലവിളിയായിട്ടുള്ള വാക്കുകളെ കൊണ്ടും കരുണാകുലമാനസഃ മുരാരേത്വം, കരുണാകുലമാനസഃ, കരുണാകുലമായിട്ടുള്ള മനസ്സോടുകൂടിയ കരുണ കൊണ്ട് ആകുലമായ മനസ്സോടുകൂടിയ, കരുണ നിറഞ്ഞതായ ദയാപൂർണമായ മനസ്സോടുകൂടിയ അങ്ങ് ത്വം മുരാരേ, അല്ലയോ മുരാരിയായ ഭഗവാനെ, മുരൻ്റെ അസുരനെ വധിച്ചതായിട്ടുള്ള ഭഗവാനെ, മുരൻ്റെ അരിയായ ഭഗവാനെ, മുരാരേ ത്വം താഭിസമം പ്രവൃത്തഃ, താഭിസമം അവരോടുകൂടി, ആ പ്രജസ്ത്രീകളോടുകൂടി, താഭിസമം പ്രവൃത്തഃ ഒരുമ്പെട്ടു. എന്തിന്? യമുനാപുളിനേഷു കാമമഭിരന്തും, യമുനാപുളിനേഷു, യമുനയുടെ പുളിനങ്ങളിൽ, മണൽത്തിട്ടിൽ, യമുനാ നദിയുടെ തീരത്തുള്ളതായ ആ മണൽത്തട്ടിൽ കാമം അഭിരന്തും, കാമത്തിനനുസരിച്ച്, ഇഷ്ടത്തിനനുസരിച്ച് രമിക്കുവാനായിട്ട് അവരോടുകൂടി കേളികൾ ആടുന്നതിന് വേണ്ടി, അഭിരന്തും അഭിരമിക്കുവാൻ വേണ്ടി, അവരോടുകൂടി കേളിയാടുന്നതിന് വേണ്ടി അങ്ങ് ഒരുമ്പെട്ടു എന്നാണ്. താഭിസമം അഭിരന്തും, കാമം അഭിരന്തും, അവരോടുകൂടി കാമം ഇഷ്ടത്തിനനുസരിച്ച് അഭിരന്തും അഭിരമിക്കാനായിട്ട് കേളിയൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പ്രവൃത്തഃ അങ്ങ് ഒരുമ്പെട്ടു, അങ്ങ് ഒരുങ്ങി തുടങ്ങി എന്നാണ്. ഇവിടെ യമുനാപുലിനേഷു, യമുനാ നദിയുടെ ആ മണത്തിട്ടയിൽ അവരോടുകൂടി കേളിയാടുന്നതിന് വേണ്ടി ഭഗവാൻ ഒരുങ്ങി എന്ന്. താസാം രുദിതൈഹി ലപിതൈഹി, അവരുടെ ലപിതങ്ങളെ കൊണ്ടും രുദിതങ്ങളെ കൊണ്ടും, നിലവിളി കൊണ്ടും, വാക്കുകളെ കൊണ്ടും, സങ്കടത്തോടു കൂടിയതായിട്ടുള്ള വിലാപങ്ങളെ കൊണ്ടും, രുദിതൈഹി കരുണാകുലമാനസഃ, കരുണാകുലമായ, കരുണ കൊണ്ട് ആകുലമായ മനസ്സോടുകൂടിയ അങ്ങ്, അല്ലയോ മുരാരേ, താഭിസമം പ്രവൃത്തഃ, അവരോടൊപ്പം ഒരുമ്പെട്ടു. എന്തിനു വേണ്ടി? യമുനാപുളിനേഷു കാമം അഭിരന്തും, യമുനാപുലിനേഷു, യമുനയുടെ ആ പുലിനങ്ങളിൽ, മണൽത്തട്ടിട്ടയിൽ കാമം അഭിരന്തും, ഇഷ്ടത്തിനനുസരിച്ച് രമിക്കാനായിട്ട് അങ്ങ് ഒരുമ്പെട്ടു, കേളിയാടുന്നതിന് വേണ്ടി അങ്ങ് ഒരുമ്പെട്ടു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. ആകർണ്യത്തെ പ്രദീപം വാണീമേണീദൃശഃ പരം ദീനാഃ മാമാ കരുണാസിന്ധോ പരിത്യജേത്യതിചിരം വിലേപുസ്താ.
കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. നിന്നെതിർവചനമതാലങ്ങാർത്തരാം മൃഗാക്ഷിമാരെല്ലാം ഹാഹാ കരുണാമയനേ തള്ളരുതേ എന്നു കെഞ്ചിയേറെ വിഭോ. താസാം രുദിതൈർലപിതൈഃ കരുണാകുലമാനസോ മുരാരേ ത്വം താഭിः സമം പ്രവൃത്തോ യമുനാപുളിനേഷു കാമമഭിരന്തും. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. അവരുടെ അലമുറയാലേ ദയവന്നു മനസ്സലിഞ്ഞു നീ ഭഗവൻ യമുനാ നദിയുടെ അരികിൽ രതിലീലകളാടിയാളിമാരൊപ്പം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.